കോൺഗ്രസ്സുകാർ ശാസ്ത്ര സംബന്ധിയായ ഒരു സമ്മേളനം സുധാകരൻ ഉദ്ഘാടനം ചെയ്യുന്ന ഫോട്ടോ പത്രത്തിൽ വരികയുണ്ട്. അത് കണ്ടപ്പോൾ കൂടോത്രമാണ് ഓർമ്മ വന്നത്. ഇവരെല്ലാം ശാസ്ത്രം കൈകാര്യം ചെയ്യാൻ പുറപ്പെട്ടാൽ എന്തായിരിക്കും ശാസ്ത്രത്തിൻ്റെ ഗതി എന്നാണ് ഞാൻ ആലോചിച്ചു പോയത്. അന്ധവിശ്വാസ ജടിലമായ രീതികൾ, സ്ത്രീവിരുദ്ധ സമീപനങ്ങൾ, ഇതെല്ലാമാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത് എന്ന കാര്യം സാന്ദർഭികമായി ഇത് കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളൊരു വികാരം രീതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് പൊതുവെ പറയാനുള്ളത്. തെറ്റുതിരുത്തൽ പ്രക്രിയ ഞങ്ങളുടെ എല്ലാ യോഗങ്ങളിലെയും ഒരു സ്ഥിരം അജണ്ടയാണ്. തെറ്റായ ഒരു പ്രവണതയെയും പാർട്ടിയിൽ വെച്ച് കുറിപ്പിക്കില്ല എന്ന കാര്യം പാർട്ടി അടിവരയിട്ട് ഇന്നും ഓർമ്മിപ്പിക്കുകയാണ്. നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ ഇന്നത്തെ യോഗം അവസാനിപ്പിച്ചത്. കാരണം ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയുന്നതുപോലെ അസംബ്ലിയിൽ തന്നെ റൂൾ 300 അനുസരിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി ഞങ്ങളുടെ ഈ സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്നതിന് മുമ്പ് തന്നെ അസംബ്ലി സമാപിക്കുന്നതിൻ്റെ തലേ ദിവസം അക്കമിട്ട് ഓരോന്നും ഞങ്ങൾ ഉയർത്തിയ മുഴുവൻ കാര്യങ്ങളും എങ്ങനെയാണ് പരിഹരിക്കാൻ പോകുന്നത്, കുടിശ്ശിക എങ്ങനെയാണ് കൊടുക്കാൻ പോകുന്നത്, സാമൂഹ്യ പെൻഷൻ ഇപ്പോൾ ഈ മാസത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ഇനി മാസാമാസം കൊടുക്കുമെന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. കുടിശ്ശികയുള്ളത് ഇപ്രാവശ്യം അടുത്ത വർഷവും കൂടി കൊടുത്തു തീർക്കും. അംഗൻവാടി, ആശാ വർക്കർ, ഖാദി തൊഴിലാളി, കയർ കശുവണ്ടി പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികൾ, കൈത്തറി തൊഴിലാളികൾ, ഏറ്റവും പിന്നിൽ നിൽക്കുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ സ്റ്റൈപ്പൻഡ് ഉൾപ്പെടെ എല്ലാം നൽകുന്നതിനു വേണ്ടി സമയബന്ധിതമായി ഗവൺമെൻറ് കാര്യങ്ങൾ തീരുമാനിച്ച് നടപ്പിലാക്കാൻ പോവുകയാണ്. പ്രയോറിറ്റി തീരുമാനിക്കുക എന്നുള്ളതായിരുന്നു CPIM കൈകാര്യം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ പ്രയോറിറ്റിക്കനുസരിച്ച് ഏതാണ്ട് 10-30% വരുന്ന സാധാരണക്കാരായ ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളിലും വ്യക്തതയോടുകൂടി ഗവൺമെൻറ് മുന്നോട്ടേക്ക് പോവുകയാണ്. സാമ്പത്തിക മാനേജ്മെൻറ്റ് വളരെ നല്ല രീതിയിലാണ് ധനകാര്യ മേഖല കൈകാര്യം ചെയ്യുന്നത്. വികസനത്തിൻ്റെ കാര്യത്തിൽ, പണം വിനിയോഗിക്കുന്ന കാര്യത്തിൽ സർവകാല റെക്കോർഡാണ് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ചെലവഴിച്ചതിനേക്കാൾ കൂടുതൽ സംഖ്യ നമുക്കിപ്രാവശ്യം ഈ 2 വർഷം ചെലവഴിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളും മറ്റ് ഭരണ നിർവഹണ പരിപാടികളും സംഘടിപ്പിക്കാനായി എന്നുള്ളത് കണക്കുകൾ ഉദ്ധരിച്ച് ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ വാർത്താമാധ്യമങ്ങളോട് പറയുകയുണ്ടായി. അപ്പോൾ വികസനമെല്ലാം മുരടിച്ചിരിക്കുന്നു എന്നുള്ള തെറ്റിദ്ധാരണയാണ് അത് തീർന്നത്. ഞങ്ങൾ കണ്ടത് വികസനത്തിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ അടിസ്ഥാന വർഗത്തിൻ്റെ ഈ താല്പര്യം, അധ്യാപകരുടെ, ജീവനക്കാരുടെ ക്ഷാമബത്ത, പെൻഷൻകാരുടെ ക്ഷാമബത്ത ഉൾപ്പെടെ സാധാരണക്കാരെയും ഇടത്തരക്കാരെയും ബാധിക്കുന്ന ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഈ യോഗം ചേരുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാന ഗവൺമെൻറ് കൃത്യമായൊരു നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് അത്യാവേശത്തോടു കൂടിയാണ് പാർട്ടിയും കേരളത്തിലെ ജനങ്ങളും കണ്ടിട്ടുള്ളത്. ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക പരാധീനതക്കകത്തു നിന്നുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കാൻ, തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ടേക്ക് നയിക്കാനും കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന ഈ നിലപാടിനെതിരായി അതിശക്തിയായ ജനകീയ മുന്നേറ്റം സൃഷ്ടിക്കാനും
പാർട്ടി ലക്ഷ്യമിടുന്നു. ഗവൺമെൻറ്റുമായിട്ട് നല്ലതുപോലെ സഹകരിച്ച് ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളാകെ ജനങ്ങളിലെത്തിക്കാനുള്ള പ്രവർത്തനവും ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുകയാണ്. ഗ്രാമീണ റോഡുകളുടെ തകർച്ച ഇതൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. 1000 കോടി രൂപയാണ് ഈ സന്ദർഭത്തിൽ ഗവൺമെൻറ് അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ മേഖലയിലും സർവതല സ്പർശിയായ മേഖലയിൽ ഫലപ്രദമായ ഒരു ഇടപെടൽ പാർട്ടിയിൽ നടന്ന ചർച്ചയും ഗവൺമെൻറ്റിൻ്റെ നിലപാടുമെല്ലാം വെച്ച് നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള പ്രത്യേകത കൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. ഇതാണ് പറയാനുള്ളത്. നമ്മൾ പ്രയോറിറ്റി നിശ്ചയിക്കാതെയാണ് പ്രവർത്തിച്ചത്. കാരണം എല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ള ധാരണയിലാണ് എല്ലാം അതിന് വീഴ്ച വന്നിരിക്കുന്നു. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വീഴ്ചയല്ലേ. കേന്ദ്ര ഗവൺമെൻറ് പണം തരാത്തതുകൊണ്ടാണല്ലോ പ്രശ്നം ഉണ്ടായത്. അത് അങ്ങനെ കാണുന്നത്, അതായത് നമ്മൾ ഒരു ഗവൺമെൻറ് ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. ഫെഡറൽ സംവിധാനം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റുമുണ്ട്, സംസ്ഥാന ഗവൺമെൻറ്റുമുണ്ട്. പണവിഹിതം വെക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടൊന്നും അംഗീകരിക്കാതെ കേരളത്തിന് പണം തരാതിരിക്കുക എന്നുള്ള പ്രശ്നം വരുമ്പോഴല്ലേ ഇത് നമ്മൾ അംഗീകരിച്ചത്. അപ്പോഴാണ് പ്രയോറിറ്റി തീരുമാനിക്കണം എന്ന് പറഞ്ഞത്. അതിപ്പോൾ പ്രയോറിറ്റി തീരുമാനിച്ച് മുമ്പോട്ടേക്ക് പോകും. അല്ല, ഇതന്നെയല്ലേ മാർഗരേഖ. ഇനിയിപ്പോൾ വേറെന്ത് ഡോക്യുമെൻ്റ് വേണ്ടത്? അതായത് ഗവൺമെൻറ് പ്രയോറിറ്റി തീരുമാനിക്കുന്നതിൽ ഞാൻ പറഞ്ഞു ഏതാണ്ട് 30% വരുന്ന ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന ജനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും ഫലപ്രദമായിട്ട് ഈ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് പരിഹരിക്കാനാവുന്ന കാര്യങ്ങൾ നിർവഹിച്ചു പോകണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റി. അല്ല, ഞങ്ങളിതൊക്കെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കില്ലേ. ഇത് വെറുതെ ചർച്ച നടത്തുകയാണോ? അല്ലാണ്ട് രേഖയുണ്ടായിട്ട് കടലാസം കൂടെ കൊടുക്കുകയല്ലല്ലോ ചെയ്യുന്നത്. ഞങ്ങളിതെല്ലാം ചർച്ച ചെയ്യല്ലേ. ആ ചർച്ചയുടെ എല്ലാം ഭാഗമായിട്ട് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുൻഗണനാടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റിന് ചെയ്യാം എന്ന കാര്യം ഗവൺമെൻറ് തന്നെ സ്വതന്ത്രമായിട്ട് 300 അനുസരിച്ച് അസംബ്ലിയിൽ പറഞ്ഞു കഴിഞ്ഞു. ആ പറഞ്ഞത് വലിയ അംഗീകാരമാണ് കേരളത്തിൽ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത്. ബിജെപിയുടെ കേരള പ്രഭാരിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്ത ഒരാളെ എൽഡിഎഫിന്റെ കമ്മിറ്റി സ്ഥാനത്ത് ഇരുത്തുന്നത് ശരിയാണോ? മാത്രമല്ല സിപിഐയുടെ ദേശീയ സ്പീക്കർ പ്രകാശ് ബാബു അടക്കമുള്ള ആളുകൾ അതിനെ പരസ്യമായി വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. ഇക്കാര്യത്തിൽ എന്താ പാർട്ടി സംഘടന? ഇല്ല, അത് സംബന്ധിച്ച് എല്ലാം ഉള്ള തീരുമാനത്തിലേക്ക് നമ്മളിപ്പോൾ സംഘടന ഞാൻ പറഞ്ഞില്ലേ, സംഘടനാപരമായിട്ട് അടുത്ത കമ്മിറ്റിയിൽ മാത്രമേ കാര്യങ്ങളൊക്കെ തീരുമാനിക്കൂ. അതിലേക്ക് ഞങ്ങൾ ആ ചർച്ചയിലേക്കും പോയിട്ടില്ല. ഞങ്ങളിപ്പോൾ ഈ ഗവൺമെൻറ്റുമായിട്ട് വന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് കൈകാര്യം ചെയ്തത്. മറ്റു കാര്യങ്ങളൊക്കെ പിന്നീട് ചർച്ച ചെയ്ത് ഇതിൻ്റെ എല്ലാം ഒപ്പം ചേർന്ന് കൊണ്ടുപോകേണ്ടതില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. അടഞ്ഞ അധ്യായങ്ങൾ പിന്നെ ചർച്ച ചെയ്ത് പറയേണ്ട കാര്യമില്ല. അടഞ്ഞിട്ടില്ല. ബി ജെ പി വിരുദ്ധ അന്നും ഇന്നും ഞങ്ങൾ നയമായിട്ട് കൊണ്ടുപോകാൻ. അങ്ങനെ അദ്ദേഹം ഒരു കാര്യത്തിലും ബി ജെ പിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടൊന്നുമില്ല. കാര്യമെന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. അത് നമ്മൾ അതേ പറഞ്ഞില്ലേ. പിണറായി തന്നെ അതിന് ശരിയായ രീതിയിൽ അതിന് അപ്പോൾ തന്നെ മറുപടി കൊടുക്കുകയും ചെയ്തു. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓർമ്മയുണ്ടോ പറഞ്ഞത്? പിണറായി അന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ? അല്ല, തിരുത്തിക്കൊണ്ടല്ലേ ഞങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. എല്ലാം തിരുത്തിക്കൊണ്ടാണ് പോവുക. ആരൊക്കെ തിരുത്തേണ്ടിയുണ്ടോ തിരുത്തേണ്ടവരെല്ലാം തിരുത്തി മുമ്പോട്ടേക്ക് പോകും. അത് ഇന്നയാൾ ഇങ്ങനെ തിരുത്തണം എന്നല്ല ഞങ്ങൾ പറയുന്നത്, മൊത്തം തന്നെയാണ് പറയുന്നത്. അത് ഞങ്ങൾക്കും ബാധകമാണ്. ആർക്കെങ്കിലും ഒരാൾക്ക് തിരുത്തലില്ല, ബാക്കിയെല്ലാവർക്കുമാണ് തിരുത്തൽ. ഞങ്ങൾ പറയുന്നില്ല, എല്ലാവർക്കും തിരുത്തലുണ്ട്. തിരുത്തി മുന്നോട്ടേക്ക് പോകണം. പ്രതിപക്ഷം മുമ്പേ തീരുമാനിച്ചതാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു വികസന നിലപാടുമായി യോജിച്ചു പോകുന്നതല്ല എന്ന് അവർ മുമ്പേ തീരുമാനിച്ചിട്ടുണ്ട് രാഷ്ട്രീയമായിട്ട്. ആ രാഷ്ട്രീയ തീരുമാനമാണ് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷം കേരളത്തിൻ്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും നിർവഹിക്കാൻ തയ്യാറില്ല. അതിപ്പോൾ പകർച്ചവ്യാധിയായാലും എന്ത് വ്യാധിയായാലും ഞങ്ങൾക്കത് ബാധകമല്ല എന്ന രീതിയിലാണ് അവരുടെ നിലപാട്. ലോക്സഭാ ഇലക്ഷൻ റിസൾട്ട് വിലയിരുത്തിയപ്പോൾ
അതും പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ പത്രസമ്മേളനം ഞാൻ പറഞ്ഞാണല്ലോ. അത് പിന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടിയിരുന്നു. അത് അന്ന് ചർച്ച ചെയ്തതിൻ്റെ മേലെ സംഘടനാപരമായി എന്ത് നിലപാട് സ്വീകരിച്ചു എന്ന് പറയാനാണ് ഈ കമ്മിറ്റി. അല്ലാണ്ട് അതെന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാനല്ല. അതാ പറഞ്ഞത്. ഞാൻ തന്നെ തിരുത്തേണ്ടതൊക്കെ മുഴുവൻ തിരുത്തും തന്നെയാണ് പറഞ്ഞത്. മലയാളത്തിലാണ് പറഞ്ഞത്. ആരൊക്കെയാണോ തിരുത്തേണ്ടവരെല്ലാം തിരുത്തും. അത് ഏതെങ്കിലും ഒരു പ്രത്യേക ആളെയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേരും വെച്ചുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. ആവശ്യമായ തിരുത്തലുകൾക്ക് വിധേയപ്പെടും. ഈ മാലിന്യ പ്രശ്നം ഇപ്പോൾ പാർട്ടിക്ക് ഈ ഒരു സന്നദ്ധ പ്രവർത്തനമായിട്ട് എതിർക്കേണ്ടി വന്നത് ആ വകുപ്പിന്റെ ഒരു പരാജയമാണ്. അല്ല, നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ഒരു മാനസികാവസ്ഥയാണ്. അത് നിങ്ങൾ ഗൗരവമാണ്. പത്രം, ഈ മാധ്യമങ്ങളാണ് അതിൽ ഏറ്റവും ശക്തിയായിട്ട് ഇടപെടേണ്ടത്. യഥാർത്ഥത്തിൽ ഈ മാലിന്യം എവിടുന്ന വരുന്നത്? എല്ലാ വീടും ശുദ്ധമാക്കണമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. വ്യക്തിശുദ്ധിയും വളരെ പ്രധാനമാണ് മലയാളിക്ക്. പക്ഷേ സമൂഹത്തിൻ്റെ മേലെ ചോദ്യചിഹ്നം പോലെ ഈ വേസ്റ്റ് കൊണ്ടുപോയി തള്ളുകയല്ലേ. നമ്മളാളുകൾ തന്നെ തള്ളുന്നത്. അത് പത്രം ഈ ആമയിഴഞ്ചാൽ തോടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നത്തിൻ്റെ ശുചിത്വ പ്രശ്നത്തിൽ പൊതുവേ മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവാദി ഏതെങ്കിലും ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്റോ സംസ്ഥാന ഗവൺമെൻറ്റോ കോർപ്പറേഷനോ മാത്രമല്ല, അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നമുക്ക് തന്നെ പൊതുജനങ്ങൾക്ക് തന്നെ പങ്കുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ കർശനമായ നിലപാട് സ്വീകരിച്ച് ഗവൺമെൻറ് പോവുകയാണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ സ്ഥാപനങ്ങളിൽ നിന്ന് ഈ മാലിന്യങ്ങൾ എങ്ങനെയാണ് കൃത്യമായിട്ട് സംസ്കരിച്ച് പോവുക എന്നുള്ള കാര്യം അവർ നോക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേരളത്തിൽ ഉടനീളം അതിൻ്റെ തുടക്കം തിരുവനന്തപുരത്ത് തന്നെയാണ്. നമുക്ക് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് തന്നെയാണ് വിചാരിക്കുന്നത്. ജനകീയമായ പിന്തുണ വേണം. ഏത് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിൻ്റെ ഒപ്പം ഞങ്ങൾ തീരുമാനിക്കുന്നത്, പാർട്ടി തീരുമാനിക്കുന്നത് താഴെ തലം വരെ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഈ തരത്തിലുള്ള ശുചിത്വ പ്രവർത്തനം നടത്തണം എന്നാണ്. ഇനി അങ്ങോട്ട് തുടങ്ങും. നമ്മളിതിൻ്റെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ പ്ലാൻ ചെയ്തതിന് സ്ഥാനപ്പെടി താഴത്തേക്ക് തുടങ്ങും. ആരെ ശക്തിയൊക്കെ നല്ല രീതിയിൽ അറിഞ്ഞുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. ഞങ്ങൾ ഒരിക്കലും SNDP എതിരല്ല. SNDP എന്ന പ്രസ്ഥാനത്തിൻ്റെ ആശയ തലത്തിലുള്ള വർഗീയവൽക്കരണത്തെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അല്ലാണ്ട് ഞങ്ങൾക്ക് എന്താ ഇപ്പോൾ SNDPക്കെതിരായിട്ട് ഇതിന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പം അടുത്തൊന്നും മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വെള്ളാപ്പള്ളി പറഞ്ഞതിനൊന്നും ഞാൻ മറുപടി പദാനുപദം പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ബാക്കി എല്ലായിട്ടും ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്തിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു, എന്തിനെ ഞങ്ങൾ എതിർക്കുന്നു. എതിർപ്പിൻ്റെ അടിസ്ഥാനം BDJS-ഉം RSS-ഉം ചേർന്ന് ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളെ കാവ്യവൽക്കരിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന SNDPക്കകത്തുള്ള പ്രവേശനത്തെയാണ് ഞങ്ങൾ ശക്തിയായിട്ട് എതിർത്തത്. BDJS-ഉം RSS-ഉം ഉൾപ്പെടെയുള്ളത്. അതിന് ഞങ്ങൾ എതിർക്കുകയും ചെയ്യും, ശക്തിയായിട്ട് എതിർക്കും. ആര് എന്തെല്ലാം പറഞ്ഞാലും ഈ എതിർപ്പ് ശക്തിയായിട്ട് തുടരും. ഇതൊരു ആശയതരത്തിലുള്ള സമരമാണ്. വെറും ശാരീരിക പ്രശ്നവും വ്യക്തിപരമായ പ്രശ്നവുമല്ല. ഇത് ആശയരംഗത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരമാണ്. ആ സമരം ഏറ്റെടുത്ത് മുമ്പോട്ടേക്ക് പോകുക തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. SFI നല്ലപോലെ തിരിച്ചു വരും. SFI അതുപോലെ തന്നെ യുവജനം എല്ലാം തന്നെ വളരെ സജീവമായി ശക്തിപ്പെട്ടു വരും എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത്. അങ്ങനെ പ്രായപരിധിയൊന്നുമില്ല. ഒരു ഇല്ല ഇപ്പം നിലത്ത് തന്നെ ഉണ്ടല്ലോ 27 വയസ്സ് വരെ. അത് മതി. അതിൻ്റെ അപ്പുറം പ്രായമായി വേണമെന്നില്ല. അല്ല, 27 വയസ്സെല്ലാകുമ്പോഴേ നല്ല പക്വതയാവും. നല്ല പക്വത
ചെറിയ ആൾക്ക് ഒരിക്കലും പക്വത വരില്ല. ചെറിയ ആൾക്ക് വളരെ ചെറുതാകുമ്പോൾ തന്നെ പക്വത വരും. അതല്ലേ ശക്തിപ്പെടുത്തണം നമ്മൾ തീരുമാനം. അല്ല, എന്താണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞ് വിശദീകരിക്കാൻ പറ്റില്ല. അതെല്ലാം ഒരു അജണ്ടയാണ്. നിലവിലുള്ള പ്രവർത്തനം മെച്ചപ്പെടുത്തി മുമ്പോട്ട് കൊണ്ടുപോകണം. ഇല്ല, നമ്മളൊന്നും തീരുമാനിച്ചില്ല. സമ്മേളനത്തിൻ്റെ അജണ്ട തീരുമാനിച്ചു. അതായത് ക്ഷേത്രങ്ങൾ ഇപ്പോൾ RSS കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ അവിടെ ഒരു തരത്തിലും അടയാളങ്ങളോ അതുപോലെ തന്നെ ശാഖകളോ ഒന്നും നടത്താൻ പാടില്ല എന്നുള്ള കൃത്യമായ സർക്കുലർ നിയമം ഉള്ളപ്പോൾ അതൊന്നും വകവെക്കാതെ RSSകാർ ഈ ക്ഷേത്ര അങ്കണത്തിൽ തന്നെ ശാഖയും പൊടിയും മറ്റു കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എല്ലാവരും, മതനിരപേക്ഷവാദികളായ എല്ലാവരും, ഞങ്ങൾ മാത്രമല്ല, വിശ്വാസികൾക്ക് ക്ഷേത്രവും അതുപോലെ തന്നെ ഈ സ്ഥാപനങ്ങളെല്ലാം വിട്ടുകൊടുക്കും. എല്ലാം അതിപ്പോൾ പല പേരിലുണ്ട്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലാണ് കാണുന്നത്. ആരാധനാലയങ്ങൾ എന്ന് പറയുന്നതാണ് ശരി. അതിൽ കാവുണ്ട്, അതുപോലെ കോട്ടയുണ്ട്, സ്ഥാനമുണ്ട്, ഇങ്ങനെ പലതും. അവിടെ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് വിശ്വാസികൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു കേന്ദ്രം എന്ന രീതിയിലാണ് ഈ ആരാധനാലയങ്ങളെ കാണുന്നത്. വിശ്വാസികളാരും വർഗീയവാദികളല്ല. വർഗീയവാദികൾക്കൊട്ട് വിശ്വാസമില്ല. അവർ വർഗീയവാദം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് വിശ്വാസമൊന്നുമില്ല. അപ്പോൾ വർഗീയവാദിക്ക് വിശ്വാസവുമില്ല, വിശ്വാസിക്ക് വർഗീയവാദവും ഇല്ല. അപ്പോൾ അവിടെ എന്താ നടക്കുക? അവിടെ നടക്കേണ്ടത് വിശ്വാസികളുടെ കേന്ദ്രങ്ങളെല്ലാം വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കണം. അവിടെ ഇപ്പോഴും വർഗീയവാദികൾ കയറി അവരുടെ വർഗീയവാദ പ്രചരണം സംഘടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. അത് മാറണം. അത് മാറ്റണമെന്നാണ് ഞങ്ങൾക്ക് വിശ്വാസികളോട് പറയാനുള്ളത്. നമ്മൾ ഈ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നതിന് പാർട്ടി സംഘങ്ങൾക്ക് ചില വിലക്കുകളൊക്കെ നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷെ അത് ആ സമയത്ത് ഈ സംഘപരിവാര ശക്തികൾ ഈ ആരാധനകൾ കരുതി ആ കാലഘട്ടത്തിൽ സാധ്യത അല്ല, അതങ്ങനെയല്ല. അവിടെയുള്ള ആരാധനാലയങ്ങളിലേക്ക് പോകുന്നവർക്ക് എല്ലാവർക്കും പോകാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. ഞങ്ങളത് വിലക്കിയിട്ടൊന്നുമില്ല. പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റായിട്ടുള്ള ഒരാൾ എന്താ വേണ്ടത് എന്നുള്ളത് അവർക്ക് തീരുമാനിക്കാം. അമ്പലത്തിൽ പോകണോ പോകണ്ടയോ എന്നുള്ളതല്ല അവർക്ക് തീരുമാനിക്കാനുള്ള അവകാശമില്ലാണ്. ഞങ്ങളെ പാർട്ടി മെമ്പർഷിപ്പ് തന്നെ നല്ല വിശ്വാസമുള്ള ഒരുപാട് ആളുകളില്ലേ, വിശ്വാസികളുണ്ട്. വിശ്വാസം ഇല്ലാത്തവരൊന്നുമല്ല ഒരു വലിയ വിഭാഗം. ഒരാശങ്കയില്ല, ഞാൻ തുറന്നു പറഞ്ഞല്ലേ. ഇതിനപ്പുറത്ത് വേറെ എന്താ ആശങ്കയുണ്ട? നിങ്ങൾക്ക് എന്താ ആശങ്ക? ഞാനിപ്പോൾ പറഞ്ഞതല്ലേ മലയാളത്തിലല്ലേ പറഞ്ഞത്. അതായത് പാർട്ടി മെമ്പർഷിപ്പ് വന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവരെല്ലാം മാർക്സിസ്റ്റ് ആയി എന്ന് ധരിക്കാൻ പാടില്ല. ഞാൻ മുമ്പേ പറഞ്ഞതാണ്, മാർക്സിസ്റ്റ് ആകുക എന്നുള്ളൊരു പ്രക്രിയയാണ്. ഇവിടുന്ന് എന്നോട് ചോദിച്ചു പത്തനംതിട്ടയിൽ നിന്ന്. അവിടുന്ന് RSSകാർ BJPക്കാർ കുറേ ആൾ പാർട്ടി ചേർന്നു. പാർട്ടി ചേർന്നപ്പോൾ അവർ BJP തോന്നില്ലേ, ഒരു ദിവസം പാർട്ടിയുടെ ഞങ്ങൾ പാർട്ടിയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ഒന്നാമത്തെ ദിവസം അവർ കമ്മ്യൂണിസ്റ്റ് ആവുമോ? അതിന് കുറച്ച് കൊല്ലം പിടിക്കും. അപ്പോൾ ആ കൊല്ലം വരെ കാത്തിരിക്കേണ്ടി വരും. അതാണ് ഞാൻ അവരോട് പറഞ്ഞത്, കുറച്ച് സമയം വേണം. അപ്പോൾ തിരുത്തി ശരിയായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് വരാൻ ഉള്ള സാവകാശത്തോടുകൂടി മാത്രമേ അവർ വരുള്ളൂ. അവർക്ക് അങ്ങനെ കമ്മ്യൂണിസ്റ്റ് ആവാൻ സാധിക്കുകയുള്ളൂ. വന്ന ഉടനെ തന്നെ ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും, കമ്മ്യൂണിസ്റ്റ് അതുകൊണ്ട് പാർട്ടി മെമ്പർഷിപ്പ് തന്നെ ആവില്ല. അതിലൊരുപാട് പ്രത്യേകത ഞങ്ങൾ പാർട്ടിയായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരാൾ വന്ന ഉടനെ തന്നെ പാർട്ടി മെമ്പർഷിപ്പിലേക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഞങ്ങൾ കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്ത് പോകുന്ന ഒരു സമീപനം. അല്ല, പാർട്ടിയിൽ അംഗമായി എന്നുള്ളത് കൊണ്ട് ഒരാളെ ക്ഷേത്രാരാധനയിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസ പ്രമാണങ്ങളിൽ നിന്നോ വിലക്കണം എന്ന് പാർട്ടി തീരുമാനിച്ചിട്ടില്ല. വിലക്കണ്ട.
പ്ലീനെല്ലാം കഴിഞ്ഞിട്ട് കാലത്തിൽ ചെയ്യുന്നു, വെറുതെ പ്ലീനത്തിൽ അതിന് ശേഷം എന്തെല്ലാം പ്രമേയം വന്നു, എന്തെല്ലാം അതിന് ശേഷം എന്തെല്ലാം തീരുമാനങ്ങൾ വന്നു. ഗണപതി അതെല്ലാം വെറുതെ ഉണ്ടാക്കിയതാണ്. ഗണപതി ഹോമം നടത്തുന്നത് നമുക്കെന്താ? ആ നിയമവിരുദ്ധമാണ്. സർക്കാരിൻ്റെ ഇടപെടലല്ല, ദേവസ്വം ബോർഡിൻ്റെ ഇടപെടലാണ്. അവർക്ക് ഇടപെടാൻ കഴിയുന്നതാണ്, ഇടപെടണം. നിയമവിരുദ്ധമായ നിലപാടുകളെ എതിർക്കണം. അതല്ലല്ലോ, ഒന്നുമല്ല. ശാഖാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ശരിയായ പ്രവർത്തനമാണ്. ആളെ കൊല്ലാൻ എങ്ങനെയാണ് പറ്റുമെന്നാണ് പഠിപ്പിക്കുന്നത്. എവിടെ കുത്തിയാലാണ് വേഗം ചാവുക എന്നാണ് പഠിപ്പിക്കുന്നത്. എന്നിട്ട് പറയും ഞങ്ങൾ സാംസ്കാരിക പ്രവർത്തനം. എന്ത് സാംസ്കാരിക പ്രവർത്തനം? കത്തിയും കടായിയും ഉണ്ടാകും സാംസ്കാരിക പ്രവർത്തനം. ശരി.